സംസ്ഥാനത്ത് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കുതിച്ചുയരുന്നതായി കണക്കുകൾ. എക്സൈസിന് കീഴിലുള്ള വിമുക്തിയിൽ ചികിത്സയ്ക്കെത്തുന്നത് ആയിരക്കണക്കിന് കുട്ടികളാണ്. 2021 681 കുട്ടികൾ മാത്രമായിരുന്നത് 2024 2880 കുട്ടികളായിട്ടാണ് ഉയർന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, വലിയ ആശങ്കയുണ്ടാക്കുന്ന കണക്കാണത്. കാരണം ഇത് വിമുക്തിയിൽ ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളാണ്. ചികിത്സയ്ക്കെത്താതെ ഇത് ആരുമാൽ തിരിച്ചറിയാതെ വലിയ തോതിൽ ലഹരി ഉപയോഗത്തിലേക്കൊക്കെ പോകുന്ന, പിന്നീട് ലഹരി കടത്തുകാരുടെ ഭാഗമാകുന്ന മറ്റു വലിയ ക്രിമിനൽ സംഘങ്ങളുടെയൊക്കെ ഭാഗമാകുന്നവരെ നമ്മൾ പിന്നീടും കണ്ടിട്ടുണ്ട്. ഇത് 681 എന്നതിൽ നിന്ന് 3 വർഷം കൊണ്ട് 2880 എന്ന വലിയ കണക്കിലേക്ക്. പ്രജിത്ത്, വീണ, ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ 2018 ഈ ഡി അഡിക്ഷൻ സെന്ററുകളായി ലഹരി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകൾ എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്നത്. 2021 ആകുമ്പോഴേക്കും അവിടെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കൂടി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇവർക്കും ഇവിടെ ചികിത്സ നൽകാൻ തുടങ്ങിയിരുന്നു. ആ വർഷം 2021 681 കുട്ടികളെ ഇത്തരത്തിൽ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. 4 വർഷത്തിനിപ്പുറം വരുമ്പോഴേക്കും ആ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. നമുക്ക് ഓരോ വർഷത്തെ കണക്കുകൾ നോക്കാം. 2021 681 കുട്ടികളാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2022 അത് 1238 ആകുന്നു. 2023 അത് 1982 കുട്ടികളാകുന്നു. 2024 ആകുമ്പോഴേക്കും അത് 2880 കുട്ടികളാകുന്നു. 2021 മുതൽ 2024 വരെയുള്ള ഈ 4 വർഷം 681 നിന്ന് ആകെ ചികിത്സ നേടിയ കുട്ടികളുടെ എണ്ണം 6781 4 വർഷം കൊണ്ട് മാറി എന്നുള്ളതാണ് ഈ വിമുക്തി സെന്ററുകളിലെ ഡി അഡിക്ഷൻ സെന്ററുകളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇത് എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ മാത്രം ചികിത്സയ്ക്കെത്തിയ കുട്ടികളുടെ കണക്കുകളാണ്. മറ്റ് സ്വകാര്യ ആശുപത്രികളുടെയും മറ്റ് ഡി അഡിക്ഷൻ സെന്ററുകളിലും ഒക്കെ എത്തുന്ന കുട്ടികളുടെ കണക്കല്ല ഇത്. ആ കണക്കുകൾ കൂടി വരുമ്പോൾ അത് 10,000-ങ്ങളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന നിരവധി കുട്ടികളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി മലയാളി സമൂഹം, കേരള സമൂഹം അംഗീകരിച്ച് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പുറത്തു പറയാത്ത ഒരുപാട് കേസുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റുള്ളവർ നാണക്കേട് കൊണ്ടും അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി ഓർത്തും ഒക്കെ മറച്ചു പിടിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. മറ്റുള്ളവർ അറിയാതെ കുട്ടികൾ തന്നെ സൂക്ഷിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ കുതിച്ചുചാട്ടം അത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി അല്ലെങ്കിൽ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോൾ മാത്രം കുറച്ച് ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള പരിശോധനകൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ സംസ്ഥാന സർക്കാരോ പോലീസോ എക്സൈസോ കൃത്യമായ ഒരു നടപടിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഫലമാണ് ഇത്രയധികം കുട്ടികൾ ലഹരി മരുന്നിന് ഉപയോഗിക്കുന്നതും തൽഫലമായി ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതും. ഇതിന് ശാശ്വതമായ ഇടപെടലുകൾ വേണം, പരിഹാരങ്ങൾ വേണം. സംസ്ഥാനത്തേക്കുള്ള ലഹരി മരുന്നിൻ്റെ ഒഴുക്ക് തടയേണ്ടിയിരിക്കുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കൗൺസിലിങ്ങും പരിശോധനകളും എല്ലാം വ്യാപകമാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ ഓരോ വർഷവും കൃത്യമായ അടിസ്ഥാനത്തിൽ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കേണ്ട ചില പ്രവർത്തികളാണ്. പക്ഷേ അതിനൊന്നും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും 6781 കുട്ടികൾ എക്സൈസ് വകുപ്പിനുള്ള കീഴിലുള്ള വിമുക്തി സെന്ററുകളിൽ മാത്രം 4 വർഷത്തിനിടെ ചികിത്സ തേടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വീണ, പ്രജിത്ത്, ഈ കുട്ടികളെ കണ്ടെത്താൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ, ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് എത്താനാണ് പലപ്പോഴും പോലീസിനും എക്സൈസിനും ഒന്നും കഴിയാത്തത്. പക്ഷേ ഈ വിമുക്തിയിലേക്ക് കുട്ടികൾ ഇത്രയധികം ഇങ്ങനെ ചികിത്സയ്ക്കായി എത്തുമ്പോൾ ഒരുപക്ഷെ അവർ ഇതിലേക്ക്, ഈ ലഹരി ഉപയോഗത്തിലേക്ക് പോയ വഴികളിലേക്ക് കൂടി എത്താൻ പോലീസിനോ എക്സൈസിനോ ഒക്കെ കൂടുതൽ ഉപയോഗപ്രദമാകില്ലേ? അങ്ങനെയുള്ള വഴികളിലേക്ക് പോകാൻ പലപ്പോഴും കഴിയാറുണ്ടോ? ഈ കുട്ടികളിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ തേടുന്നത് പലപ്പോഴും പ്രായോഗികമാകാറില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി ഇപ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ കർശനമായ പരിശോധനകളിലേക്കും ഈ പോലീസിൻ്റെ ഇടപെടലുകളിലേക്കും ഒക്കെ പോയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മുൻപുള്ള പല വിഷയങ്ങളിലും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗം വരുമ്പോൾ അത് ഒരു ചികിത്സ എന്നതിനപ്പുറത്തേക്ക് കാര്യമായ അന്വേഷണമോ പരിശോധനകളോ നടപടികളോ ഉണ്ടാകാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള പദ്ധതികൾ പലപ്പോഴും
ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് പലതും ആ തുടങ്ങുന്ന സമയത്തുള്ള പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിമുക്തിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ എക്സൈസിന്റെ പല പദ്ധതികളും ഈ രീതിയിൽ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ആവശ്യത്തിന് ഫണ്ടില്ലാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. സർക്കാരിനോട് തുടർച്ചയായി ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അതെല്ലാം തടയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ പോലീസിന്റെ നടപടികളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നേരത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും കഞ്ചാവ് വിൽപ്പനയ്ക്കും എത്തുന്ന ആളുകളെ കണ്ടുപിടിക്കാനായി ചില ഡ്രോൺ പരിശോധനകളൊക്കെ നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു, പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിലൊരു ഉദ്ഘാടനമൊക്കെ നടത്തി, ഒരു പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണെന്ന്. ഈ ലഹരി കടത്ത് തടയാൻ, ലഹരിമരുന്ന് വിൽപ്പന തടയാൻ വേണ്ടി പോലീസിന്റെ പുതിയ പദ്ധതി എന്ന രീതിയിൽ നമ്മളും അവിടെ വെച്ച് വാർത്ത നൽകിയതാണ്. പക്ഷേ പിന്നീട് അത്തരം പദ്ധതികൾക്ക് ഒരു മുന്നോട്ട് പോകലും ഉണ്ടായില്ല. സംസ്ഥാനത്ത് പലയിടത്തേക്കും വ്യാപിപ്പിക്കുമെന്നൊക്കെ ആയിരുന്നു പ്രഖ്യാപനം. അതും നടന്നില്ല. എല്ലാത്തരം പദ്ധതികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. സർക്കാർ കൊട്ടിഘോഷിച്ച് ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം തടയാൻ, കുട്ടികൾക്കിടയിൽ കൗൺസിലിംഗ് നടത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ഈ മദ്യപിച്ചിട്ടുള്ള, ലഹരി ഉപയോഗിച്ചിട്ടുള്ള വാഹനം ഓടിച്ച ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം പരിശോധന നടത്തി, പിന്നീട് ആ പരിശോധനകൾ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്കിടയിൽ ലഹരിമരുന്ന് ഉപയോഗം വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഒരു ഉണർന്നൊരു ഡ്രൈവ് നടത്തും, ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ ഡ്രൈവ് പോലെ ഒരു ഡ്രൈവ് നടക്കുന്നു. പിന്നീട് ഈ വാർത്തകളൊന്ന് കെട്ടു തുടങ്ങുമ്പോഴേക്കും ആ സ്പെഷ്യൽ ഡ്രൈവ് നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഈ ലഹരി മരുന്ന് പ്രതിരോധ നടപടികൾക്ക് തുടർച്ചയില്ലാത്തതാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഈ പദ്ധതികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച കൗൺസിലിംഗ് നൽകേണ്ട കുട്ടികളെ കണ്ടെത്തൽ, ലഹരി മരുന്ന് മാഫിയയുടെ കാരിയേഴ്സായി പ്രവർത്തിക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ, അവരിലേക്ക് എങ്ങനെയാണ് നവമാധ്യമങ്ങളിലൂടെ ഈ പ്രിഡേറ്റേഴ്സ് എത്തുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ, കുട്ടികളെ മറ്റു രീതികളിലും ദുരുപയോഗം, ലഹരി മരുന്ന് നൽകി മറ്റു രീതികളും ദുരുപയോഗം ചെയ്യുന്നുള്ള സാഹചര്യങ്ങൾ, ഇതൊന്നും പരിശോധിക്കാനുള്ള പൂർണ്ണമായൊരു സംവിധാനം സംസ്ഥാന പോലീസിനോ സംസ്ഥാന എക്സൈസ് വകുപ്പിനോ നിലവിലില്ല. അല്ലെങ്കിൽ അതിനുള്ളൊരു നയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒട്ടനവധി വിഷയങ്ങൾ സ്കൂളുകളിൽ നിലനിൽക്കുന്നു. എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയാതെ ഈ പറയുന്ന കൗൺസിലർമാരും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നു, എക്സൈസ് സംഘങ്ങൾ നിലനിൽക്കുന്നു. അവർക്ക് ആവശ്യത്തിന് ഫണ്ട് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പലയിടത്തും പരിശോധനകൾക്കുമൊന്നും വാഹനത്തിൽ ഇന്ധനം അടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് സംസ്ഥാനത്തെ ഇത്തരം പരിപാടികൾ, അതായത് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട സേനാവിഭാഗങ്ങളൊക്കെ നേരിടുന്നത്. അതിന് അനുസരിച്ചുള്ള സാമ്പത്തിക സഹായമാണെങ്കിലും നയരൂപീകരണത്തിനും ഒന്നും സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതും ഈ ലഹരി മരുന്ന് ഉപയോഗം ഇങ്ങനെ വ്യാപിക്കാൻ കാരണവുമാകുന്നു. വീണ. ഓക്കെ, ശരി. പ്രജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ഇതിൻ്റെ പിന്നാലെ പോകാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ഉയർന്ന കണക്കുകൾ പേടിപ്പിക്കുന്നതുമാണ്.